ബീഹാറിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതോടെ സർക്കാർ രൂപീകരണ നടപടികളുമായി എൻഡിഎ മുന്നേറുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ കരുക്കൾ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എൻഡിഎ നേതാക്കൾ. ആർജെഡിയിൽ നിന്ന് പുറത്തായ ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവിനെ തങ്ങളുടെ വരുതിയിലെത്തിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നേതാക്കൾ. കഴിഞ്ഞ ദിവസം രാത്രി എൻഡിഎ നേതാക്കൾ തേജ് പ്രതാപ് യാദവിനെ നേരിൽ കാണുകയും ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് തേജ് പ്രതാപ് യാദവ് ബിജെപിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് മുൻപായി ആർജെഡിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് പുതിയ പാർട്ടി രൂപീകരിച്ചാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സീറ്റിലും തേജ് പ്രതാപ് യാദവിന്റെ ജൻശക്തി ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടി പരാജയപ്പെടുകയായിരുന്നു. അതേസമയം ആർജെഡിയുടെ വോട്ടുകളിൽ ചില വിള്ളലുകൾ വരുത്താൻ തേജ് പ്രതാപിന് സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ നിന്ന് 25 സീറ്റുകളിലേക്ക് മാത്രമായി ഒതുങ്ങിയ ആർജെഡിക്ക് കനത്ത പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ആർജെഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലും വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ മകനും ആർജെഡി നേതാവുമായ തേജസ്വി യാദവിനെ വിമർശിച്ചുകൊണ്ട് 4 പെൺമക്കളും വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തേജസ്വിയുടെ രാഷ്ട്രീയ ഉപദേശകനും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് യാദവ് ആണെന്നാണ് സഹോദരിമാരുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെക്കുറിച്ച് തേജസ്വി യാദവ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം എൻഡിഎക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച തേജ് പ്രതാപ് യാദവിന് ഒപ്പം നിൽക്കുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ മകളായ രോഹിണി ആര്യ. രോഹിണി ആര്യ ആദ്യമേ തന്നെ വീട് വിട്ടിരുന്നു. ഇതിനിടെയാണ് അച്ഛന്റെ അപ്രീതിക്ക് പാത്രമായ തേജ് പ്രതാപ് യാദവിനെ ഒപ്പം കൂട്ടാൻ എൻഡിഎ ധാരണയായത്.